ഈ അവാർഡ് സ്വീകരിക്കാമെന്ന് ഞാൻ തത്വത്തിൽ അംഗീകരിച്ചപ്പോഴും ഇത് പ്രായോഗികമായിട്ട് വാങ്ങിക്കേണ്ടവരില്ല എന്നുള്ള എനിക്ക് ഏതാണ്ട് 99.9% ഉറപ്പാണ്. ഇദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നതായിരിക്കും എന്ന വാർത്ത വന്ന ഉടനെ അപ്പോഴാണ് ഈ വെട്ടുക്കിളി കൂട്ടങ്ങൾ അതിഭയങ്കരമായ ആക്രമണം തുടങ്ങി. തെറിയുടെ പൂരം. പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നതിലാണ് അവർക്ക് എതിർപ്പ്. എവിടെ? ഈ രാജാധിപത്യം നിലനിൽക്കുന്ന സൗദി അറേബ്യയിൽ ബഹുസ്വരതയെക്കുറിച്ചും എന്നാൽ മതേതരത്വത്തെക്കുറിച്ചൊക്കെ നിരന്തരം പ്രസംഗിക്കുന്ന ആളുകൾ അവർ ഞാൻ ചെല്ലുന്നതിന് എതിർപ്പ്. ഈ റിഫ എന്താണെന്നറിയാൻ പാടുള്ളത് ഇവരുടെ ഭയങ്കരമായ സൈബർ ആക്രമണം RIF എന്ന് ചുരുക്കപ്പേരുള്ള റിയാദിൽ ഒരു ഫുട്ബോൾ അസോസിയേഷൻകാരുടെ പേജിൽ പോയിട്ട് മലയാളത്തിൽ തെറിയോട് തെറി. ഇതിൻ്റെ സംഘടകരെ നടുക്കിപ്പോയി. അവർക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. സൈബർ ബുള്ളിങ് കൊണ്ട് ഇതിൻ്റെ സംഘടകരെ പേടിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ തമാശയുള്ള വശം. നമസ്കാരം. ആഗസ്റ്റ് 30-ന് റിയാദിൽ വെച്ച് റിയാദ് ഇന്ത്യൻ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ അഡ്വക്കേറ്റ് A. ജയശങ്കറിന് ഒരു അവാർഡ് നൽകാൻ തീരുമാനിച്ചിരുന്നു. റിഫ പുരസ്കാരം എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ശക്തമായ സൈബർ ആക്രമണം മൂലം ഈ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഈ സംഘടന. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് 50,000 രൂപയും ഫലകവും നൽകി ആദരിക്കാൻ ഈ അസോസിയേഷൻകാർ തീരുമാനിച്ചത്. എന്നാൽ അവിടെ തന്നെയുള്ള ചില ആളുകൾ ശക്തമായി സൈബർ ആക്രമണം നടത്തി. എന്തായാലും അവർ വിജയിച്ചു. ഈ പുരസ്കാരം തന്നെ ഇത്തവണ നൽകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഈ സമയം നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ ചേരുകയാണ്. സാർ, എന്താണിത്? വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ. അല്ല, എനിക്ക് അത്ര വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. മാത്രമല്ല, ഈ അവാർഡിൻ്റെ ഒരു നിർദ്ദേശവുമായിട്ട് ഇതിൻ്റെ ഭാരവാഹികൾ വരുന്ന സമയത്ത് തന്നെ ഞാൻ ഏതാണ്ട് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചു. കാരണം ഈ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ കാണുന്നത് ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞു പോയതുമായ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നമ്മുടെ ചിന്തയിലേക്ക് വരും. അപ്പോൾ ഇവർ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എന്നെ സമീപിക്കുന്നത്. 2024 ഫെബ്രുവരി 23-ാം തീയതി 24-ാം തീയതി ആയിരിക്കും. ഇതിൻ്റെ ഭാരവാഹികൾ എന്നെ ഫോൺ വഴിക്ക് ബന്ധപ്പെട്ടു, മെസ്സേജുകൾ അയച്ചു. അവരിങ്ങനെ റിയാദിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു കൂട്ടായ്മയാണ്. ഇതിന് റിഫ എന്നാണ് ചുരുക്കപ്പേര്. ആ സംഘടന ചെറിയൊരു ഇടതുപക്ഷ അനുഭവമുള്ളതാണ്. സഖാബ് EK ഇമ്പിച്ചുബാവയുടെ മകനാണ് ഇതിൻ്റെ പ്രസിഡന്റ്. സ്വാഭാവികമായിട്ടും ചെറിയൊരു ഇടതുപക്ഷ ചായ്വ് വന്നല്ലോ. മറ്റ് ആളുകളൊക്കെ വലിയ ജാഥയ്ക്ക് പോകുന്ന CPM-കാരോ CPI-കാരൊന്നും അല്ല, എങ്കിൽ പോലും ഇടതുപക്ഷത്തോട് ചായ്വുള്ളവരാണ്. അവരിങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതെനിക്ക് തരാൻ ആഗ്രഹിക്കും. ഞാനതിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല. കാരണം പൊതുവേ തന്നെ ഞാൻ ഈ അവാർഡുകളോട് വലിയ പരിഹാസവും പുച്ഛവും ഉള്ളതാണ്. പല അവാർഡുകളെയും കുറിച്ച് ഞാൻ വളരെ വിമർശിക്കുകയല്ല, വളരെ എതിർപ്പോടുകൂടി അല്ലെങ്കിൽ പരിഹാസത്തോടി പരാമർശിച്ചിട്ടുള്ളതാണ്. ഞാനങ്ങനെ അവാർഡുകൾ സ്വീകരിക്കുന്ന സ്വഭാവക്കാരനല്ല. ഞാൻ അവരോട് പറഞ്ഞു, ഒരു നയം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ വൈമുഖ്യമുണ്ട്. ഞാൻ അവാർഡുകളൊന്നും വാങ്ങിക്കാത്തതാണ്. പക്ഷേ അവർ നിർബന്ധിച്ചു. അവർ പറഞ്ഞു, ഇത് ഈ അവാർഡ് ഇതിനു മുമ്പ് കൊടുത്തത് 2 തവണ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനായ ഹരീഷ് വാസുദേവനാണ്, മറ്റത് ഡോക്ടർ MN കാരശ്ശേരിക്കാണ്. 3ാമത്തെ അവാർഡിന് സാറിനാണ് നോക്കുന്നത്. ഞാനപ്പോഴും പറഞ്ഞു, കൊള്ളാവുന്ന ആരെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കായിരിക്കും നല്ലത്. പക്ഷേ അവരിങ്ങനെ വിടാതെ പിടിച്ചു. എന്ന് മാത്രമല്ല, ഞാൻ അതിനിടയ്ക്ക് ബഹ്റിനിൽ പോയിരുന്നു മാർച്ച് മാസത്തിൽ. അപ്പോൾ ഇതിൻ്റെ ചില പ്രവർത്തകർ താമസിച്ചിരുന്ന ഹോട്ടലിൽ വന്ന് എന്നെ കാണുകയും ഇത് സ്വീകരിക്കണമെന്ന് പരമാവധി എന്നെ നിർബന്ധിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇതിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇപ്പോൾ നമ്മൾ ബഹ്റിനിലോ UAE-യിലോ പോകുന്ന പോലെയല്ല. സൗദി അറേബ്യയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ ഭരണകൂടത്തെക്കുറിച്ച് പൊതുവെ ആ രീതിയിലല്ല, ഒരു യാഥാസ്ഥിതികമായ ഒരു സംവിധാനമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഞാൻ വന്നാൽ അവിടെ ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, CPM-കാർ സ്വാഭാവികമായിട്ടും ഇതിനോട് വിയോജിപ്പുള്ളവരായിരിക്കും, പക്ഷേ അവർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല, അടിസ്ഥാനപരമായിട്ട് അത്ര വലിയ കുഴപ്പക്കാരൊന്നുമല്ല CPM-കാർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളൊക്കെ ഇതിനിടയ്ക്ക് കഴിഞ്ഞു പോയി. തെരഞ്ഞെടുപ്പ് വരുന്നു, പൂരം വരുന്നു. ഞാൻ അതിനിടയ്ക്ക് റഷ്യക്ക് പോന്നു. റഷ്യയിൽ പോയി തിരിച്ചു വരുന്ന സമയമായപ്പോഴത്തേക്ക് ഇവർ വീണ്ടും ഊർജിതമായി. പിന്നെ അവിടുത്തെ അവധി വരുന്നു. ഈ സൗദി അറേബ്യയിൽ വേനലവധി ഇതിനൊക്കെ ശേഷമാണ്, ജൂൺ ജൂലൈ മാസത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പല സംഗതികൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അവർ അവസാനം കമ്മിറ്റി കൂടി എനിക്ക് തന്നെ തരാൻ തീരുമാനിച്ചു. കമ്മിറ്റിയിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് അവാർഡ് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം CPM-കാരുടെ ഭാഗത്ത് വലിയ വിമർശനമുണ്ടായി. സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പിണറായി ഭക്തന്മാരായ കുറച്ച് പേര്
റിയാദിലുമുണ്ട്, റിഫയിലുമുണ്ട്. ആ കമ്മിറ്റിയിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും അത് വലിയ ഒരു ഒരു എതിർ വികാരം പൊതുവെ ഈ ഇടതുപക്ഷക്കാരുടെ ഇടയിലുണ്ടാക്കി, പ്രത്യേകിച്ച് CPM-കാരുടെ ഇടയിലുണ്ടാക്കി. വലിയ സമ്മർദ്ദം ഉണ്ടായി. അതിനെ തുടർന്ന് ഇതിൻ്റെ പ്രസിഡൻറ്റ് റസൂൽ എന്ന് പറഞ്ഞ ആൾ, റസൂൽ സലാം, അദ്ദേഹം ആണ് EK ബിജുവാവിയുടെ മകൻ. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, അതെനിക്ക് ഇവർ അയച്ചു തന്നു. അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളാണ്, പക്ഷേ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ അതുകൊണ്ട് വിശേഷമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എതിർപ്പ് വർദ്ധിച്ചു. അവസാനം ഇദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അങ്ങനെ തൽക്കാലത്തേക്ക് ആ പ്രശ്നം ഒതുങ്ങി. CPM-കാരൊക്കെ തൃപ്തരായി. എന്ന് മാത്രമല്ല, ഇതിൻ്റെ സെക്രട്ടറിയെ ഇവരെ കേളി എന്ന് പറഞ്ഞ CPM-കാരുടെ ഒരു പ്രധാന സെക്രട്ടറി ഉണ്ട്. അതിൻ്റെ ഒരു സബ്ബാണ് എനിക്ക് തോന്നുന്നത് ഈ റിഫ റിയാദിൽ മാത്രമാണ്. കേളി സൗദി അറേബ്യയിൽ മുഴുവനുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ ഒരു അപ്പെക്സ് ബോഡിയാണ്. ഈ കേളിയിൽ നിന്ന് ഇയാളെ പുറത്താക്കി, കേളിയിലെ സെക്രട്ടറിയെ അവർ പുറത്താക്കി. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ സമയാസമയങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടു, പ്രസിഡന്റ് രാജിവെച്ചു, പ്രസിഡന്റ് ചുമതലയോട് കൂടി സെക്രട്ടറി ഏൽപ്പിച്ചു. പത്രങ്ങളിലൊക്കെ വന്നു. ഗൾഫിൽ നിന്നിറങ്ങുന്ന മനോരമ, മാതൃഭൂമി, മാധ്യമം മുതലായ പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്നു. ഓൺലൈൻ പോർട്ടലുകളിൽ വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്ന സമയമായിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലല്ല, അതിനേക്കാൾ കുറഞ്ഞ എന്തോ വലിയൊരു വിവാദം നടക്കുന്ന സമയത്തായതുകൊണ്ട് ഇവിടുത്തെ പത്രങ്ങൾ അത് ഏറ്റുപിടിച്ചില്ല. അതുകൊണ്ട് ഈ അവാർഡ് വാർത്ത നമ്മുടെ നാട്ടിലാരും അറിഞ്ഞില്ല. ഈ അവാർഡ് നേരത്തെ കിട്ടിയ ആളാണ് നമ്മുടെ MN കാരശ്ശേരി. കാരശ്ശേരി ഈ അവാർഡ് എനിക്ക് തരാൻ തീരുമാനിച്ചതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതും അദ്ദേഹം അയച്ചു കൊടുത്തു അവർക്ക്. അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളുണ്ടായി. ഹരീഷ് വാസുദേവൻ ഒരു ദിവസം എന്നെ കോടതി വരാന്തയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അത് വാങ്ങിക്കണം, നല്ല ആളുകളാണ്, മര്യാദക്കാരാണ്, ഒരു കുഴപ്പക്കാരൊന്നുമല്ല എന്നൊക്കെ എന്നോട് അദ്ദേഹവും ശുപാർശ ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെ എനിക്കറിയാം ഇത് അങ്ങ് വരെ എത്തില്ല. ഈ അവാർഡ് സ്വീകരിക്കാമെന്ന് ഞാൻ തത്വത്തിൽ അംഗീകരിച്ചപ്പോഴും ഇത് പ്രായോഗികമായിട്ട് വാങ്ങിക്കേണ്ടവരില്ല എന്നുള്ളത് എനിക്ക് ഏതാണ്ട് 99.9% ഉറപ്പായിരുന്നു. പിന്നെ 0.5% സാധ്യതയുള്ളൂ. അതിനിടയ്ക്ക് ഇവർ എനിക്ക് സൗദി ഗവൺമെൻറ് വിസ അനുവദിച്ചു. സാധാരണ രീതിയിലുള്ള നടപടിക്രമമൊന്നും വേണ്ടിയൊന്നുമില്ല. കാരണം എനിക്ക് അമേരിക്കൻ വിസ ഉള്ളതുകൊണ്ട്, അമേരിക്കൻ വിസ ഉള്ളവർക്ക് സൗദി ഗവൺമെൻറ് വിസ കൊടുക്കും. അമേരിക്കയുടെ ഒരു ഉപഗ്രഹ രാഷ്ട്രമാണ് സൗദി അറേബ്യ. അപ്പോൾ അമേരിക്കൻ വിസ ഉള്ളവർക്ക് സൗദി ഓട്ടോമാറ്റിക്കാണ്. വിസ അനുവദിച്ചു. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് സൗദി എയർപോർട്ടിൽ എയർവേസിലും തിരിച്ചിങ്ങോട്ട് എയർ ഇന്ത്യയിലും. ഇത് രണ്ടിനും ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് കയറി അവിടെ ഇറങ്ങിയാൽ മതി, ഡയറക്റ്റാണ്, ഇറങ്ങി കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ 29-ാം തീയതി വൈകുന്നേരം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറുന്നു. അന്ന് തന്നെ രാത്രി റിയാദിലെത്തുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ഇവരുടെ പരിപാടി. അതിൻ്റെ പിറ്റേ ദിവസം ഇതിൻ്റെ ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ. ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയും വെല്ലുവിളിയൊന്നും അങ്ങനെ എന്തൊരു വിഷയം കണ്ടുപിടിച്ചു. പക്ഷേ ഇതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ച് വീണ്ടും പത്രത്തിൽ കുറിപ്പ് കൊടുത്തിട്ടു. പത്രക്കുറിപ്പല്ല, ഇയാൾ ഫേസ്ബുക്ക് വഴിക്ക് ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നതായിരിക്കും എന്ന വാർത്ത വന്ന ഉടനെ അപ്പോഴാണ് ഈ വെട്ടുക്കിളി കൂട്ടങ്ങളിൽ അതിഭയങ്കരമായ ആക്രമണം തുടങ്ങിയത്. അത് CPM-കാരായിരുന്നില്ല. CPM-കാരുടെ പ്രതിഷേധം എനിക്ക് തരുന്നതിലുള്ള അവർക്ക് മാനസികമായിട്ടുള്ള വിയോജിപ്പായിരുന്നു. അത് ആദ്യത്തെ ഘട്ടത്തിൽ കഴിഞ്ഞു. മാത്രമല്ല, ബിജുവാവിയുടെ മകൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൂടി ഇവരൊക്കെ സംതൃപ്തരായി. പിന്നെ സെക്രട്ടറിയെ അവരുടെ കീഴിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവരുടെ അജണ്ട പൂർത്തീകരിച്ചു. പിന്നെ CPM-കാർക്ക് ആർക്കും എന്നോട് അങ്ങനെ വലിയ വൈരാഗ്യമൊന്നുമില്ല. എതിർക്കാൻ വേണ്ടി എതിർക്കുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ കേവലമായ എതിർപ്പ്, അല്ലെങ്കിൽ താത്വികമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, അതിനപ്പുറത്തൊന്നുമില്ല. മറിച്ച് ഈ രണ്ടാമതുള്ള ആക്രമണം എന്ന് വെച്ചാൽ വളരെ ശക്തമായ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളിൽ നിന്നാണ്. അത് സൗദി അറേബ്യയിലുള്ളവരല്ല എതിർത്ത്. സൗദിയിൽ നിന്നോ റിയാദിൽ നിന്നോ അല്ല എതിർപ്പ് അധികമായിട്ട് വന്നത്. കുവൈറ്റ്, അതുപോലെ ബഹ്റിൻ, UAE മുതലായ അയൽ രാജ്യങ്ങളിൽ ഇവർ ആ ഭാഗത്തുള്ള ആളുകളെല്ലാം കൂടി ഇങ്ങനെ സംഘടിതമായിട്ട് വെട്ടുക്കിളി ആക്രമണം പോലെ ഇതിൻ്റെ സംഘാടകർക്ക് നേരെ ആക്രമണം അഴിച്ചു. അപ്പോൾ ഇതിൽ വേറൊരു കൗതുകം കൂടി ഉണ്ട്. കാരണം ഈ റിഫ എന്ന് പറഞ്ഞ സംഘടന റിയാദിലുള്ള മലയാളികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് അറിയാമെന്നല്ലാണ്ട് ഇതങ്ങനെ അഖില ലോക പ്രസിദ്ധമായൊരു സംഘടനയൊന്നുമല്ല. അതിൻ്റെ അംബർല ഓർഗനൈസേഷൻ കേളിയാണല്ലോ, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കേളി തന്നെ എത്ര പേർക്ക് അറിയാമെന്നുള്ള സംശയമാണ്.
ഈ റിഫ എന്താണെന്നറിയാൻ പാടില്ലത് ഇവരുടെ ഭയങ്കരമായ സൈബർ ആക്രമണം. RIF എന്ന് ചുരുക്കപ്പേരുള്ള റിയാദിലെ ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? പണ്ട് ഈ നമ്മുടെ നടൻ ജയസൂര്യ കേരളത്തിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി വിപരീത പരാമർശം നടത്തി കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളിക്കാരൻ സനത്ത് ജയസൂര്യയുടെ പേജിൽ പോയിട്ട് ആൾക്കാർ CPM തെറി വിളിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ഫുട്ബോൾ അസോസിയേഷൻകാരുടെ പേജിൽ പോയിട്ട് മലയാളത്തിൽ തെറിയോട് തെറി. ഇതിൻ്റെ സംഘടകരിൽ നടുക്കിപ്പോയി. അവർക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. സനത്ത് ജയസൂര്യയുടെ അവസ്ഥയിലെത്തി. അങ്ങനെ ഭയങ്കരമായ തെറിവിളിയും കൊലവിളിയും ഒരു ഭാഗത്താണ്. ഇതിൻ്റെ സെക്രട്ടറി നിബു വർഗീസ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ പേര് കേട്ടപ്പോൾ ഇയാൾ ഏതോ ക്രിസംഖിയാണ് എന്ന് വിചാരിച്ചു. ഇയാൾ CPM കാരനാണ്. അങ്ങനെ ഇവിടെ തുടങ്ങുന്നതിന് ഇങ്ങനെ ക്രിസംഖികളുടെ യൂണിറ്റ് റിയാദിൽ ആരംഭിച്ചു. റിഫ എന്നാണ് പേര്. അപ്പോൾ ഈ എതിർക്കുന്ന ആളുകൾക്ക് ഈ സംഘടനയെ പറ്റി ഒന്നും അറിയില്ല. റിഫ എന്താണെന്ന് അറിയില്ല. ഇതിൻ്റെ സെക്രട്ടറി ആരാണെന്ന് അറിയില്ല. അയാൾ CPM കാരനാണോ, കേരള കോൺഗ്രസ്സുകാരനാണോ, ഇനി കാസക്കാരനാണോ, വേറെ വല്ലതാണെന്ന് അറിയില്ല. അപ്പോൾ ഈ പേര് കേട്ടപ്പോൾ ഇവൻ ക്രിസംഖി ആയിരിക്കും എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ നേർക്ക് ആക്രമണം. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത സ്റ്റേജിൽ ഇയാൾ ഈ അക്കൗണ്ട് പൂട്ടി. തൽക്കാലത്തേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തപ്പോൾ കാസക്കാരൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് അടുത്ത തെറിയുടെ പൂരം. അങ്ങനെ ഇവരാകെ സഹി കിട്ടും. ഇവർ കമ്മിറ്റി കൂടിയിട്ട് തൽക്കാലത്തേക്ക് ഇവരാകെ വിരണ്ടുപോയി. ഇപ്പോൾ എൻ്റെ പോലെ എനിക്കിപ്പോൾ ഇവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോൾ റിയാദ് കണ്ടേ തീരുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ ലോകത്ത് പല രാജ്യങ്ങളും കണ്ടിട്ടുള്ളതാണ്. ഞാൻ വാഷിങ്ടണിൽ പോയിട്ടുണ്ട്, ന്യൂയോർക്കിൽ പോയിട്ടുണ്ട്, ഫിലാഡൽഫിയയിൽ പോയിട്ടുണ്ട്, മോസ്കോയിൽ പോയിട്ടുണ്ട്, പീറ്റേഴ്സ്ബർഗിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂർ പോയിട്ടുണ്ട്, കോലാലംപൂർ പോയിട്ടുണ്ട്, സിഡ്നിയിലും മെൽബണിലും ഒക്കെ പോയിട്ടുണ്ട്. ഇനിയും പല രാജ്യങ്ങളിലും പോകാനും ഉണ്ട്. എനിക്ക് റിയാദിൽ പോയേ തീരൂ എന്ന് യാതൊരു നിർബന്ധമോ വാശിയോ ഇല്ല. ലോകത്ത് മനോഹരമായ എന്തൊക്കെ വേറെ കാഴ്ചകളുണ്ട് ഇല്ലേ? ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ. ഇപ്പോൾ സൗദി അറേബ്യ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന മദീനയിൽ പോകാനാണ്, റിയാദിലല്ല. ഞാൻ നോക്കിയപ്പോൾ ഈ കൂട്ടത്തിൽ അതും കൂടി കാണാൻ പറ്റും. പക്ഷേ അത് മദീന സൗദി അറേബ്യയുടെ മറ്റേ ഭാഗത്താണ്. ഒന്ന് കിഴക്കേ തീരത്താണ്, മറ്റേ പടിഞ്ഞാറേ തീരത്താണ്. ഒന്ന് ബോംബെയിലാണെങ്കിൽ മറ്റത് ഏതാണ്ട് കാൽക്കട്ടയിലുമാണ്. അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചത്. പിന്നെ സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട്, കൂടുതലുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിർബന്ധമില്ല. പിന്നെ അവാർഡ് വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവാർഡിനോട് യാതൊരു കമ്പവുമുള്ള ആളല്ല. ഞാൻ അവാർഡുകൾ വാങ്ങിക്കാത്ത ആളാണ്. പിന്നെ 50,000 രൂപയ്ക്ക് അത്ര ദാരിദ്ര്യവും ഉള്ള ആളല്ല. അപ്പോൾ ഞാനിതൊക്കെ സത്യത്തിൽ എൻജോയ് ചെയ്തു. കാരണം ഇതൊക്കെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ പീയൂഷ് ഞാനീ പറഞ്ഞെങ്കിൽ ഇത് ആലോചിച്ച് നോക്കും. ഇവിടുത്തെ റിഫ എന്ന് പറയുന്ന സംഘടന എന്നെ സാധാരണ പല സംഘടനക്കാർ കൊണ്ടുവരണം. KMCC എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ പ്രധാനപ്പെട്ട പ്രവാസി സംഘടനയാണ്. അവർ ഷാർജയിലേക്ക് വിളിക്കുന്നു, ഞാൻ പോകുന്നു. CH മുഹമ്മദ് കോയയുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നു. ഈ KMCCക്കാർ എന്നെ അവിടെയൊക്കെ കൊണ്ടുവരുന്നു. ഷാർജയിലെ പ്രധാന കാഴ്ചകൾ കാണിക്കുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം പള്ളികളൊക്കെ കാണിക്കുന്നു. നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ, ഈന്തപ്പഴം, അതാണ് അവിടുത്തെ പ്രധാന സാധനം. ഈന്തപ്പഴം ഒക്കെ കൂടി ചേർത്ത് ഒരു പെട്ടി മേടിച്ച് പെട്ടിയുടെ അത് അടക്കം ചെയ്ത് പെട്ടിയും കൂടി എന്നോട് കയറ്റി കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുടെ സാധാരണ ആൾക്കാർ ചെയ്യുക. അപ്പോൾ ഇതൊന്നും അങ്ങനെ കമ്പമുള്ള ആളല്ല ഞാൻ. അപ്പോൾ പോകുന്നു, പ്രസംഗിക്കുന്നു, വരുന്നു. അതുപോലെ ഒരു ഇവൻ്റായിട്ട് ആരാലും ഓർമ്മിക്കപ്പെടാതെ കടന്നു പോകുവാൻ ഇപ്പോൾ ഇവരൊക്കെ കൂടി എന്ത് ചെയ്തു, ചരിത്ര സംഭവമായി ഇല്ല. പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നതിലാണ് അവർക്ക് എതിർപ്പ്. എവിടെ? ഈ രാജാധിപത്യം നിലനിൽക്കുന്ന സൗദി അറേബ്യയിൽ. അതിൽ തന്നെ എന്തൊരു വലിയ വൈരുദ്ധ്യോട് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് രാജാധിപത്യം നിലനിൽക്കുന്ന സൗദി അറേബ്യയിൽ, കിങ്ഡം ഓഫ് സൗദി അറേബ്യയിൽ പോയി പ്രസംഗിക്കുന്ന രംഗം ആലോചിച്ചു നോക്കൂ. അത് തന്നെ വലിയൊരു തമാശയല്ലേ. അപ്പം ഞാനിത് എൻ്റെ മനസ്സിൽ ആദ്യമേ തൊട്ടുണ്ട് ഈ തമാശയുടെ ഒരു എലമെൻറ്റ്. അത് കൂടാതെ ഈ ബഹുസ്വരതയെക്കുറിച്ചും എന്താണ് മതേതരത്വത്തെക്കുറിച്ചൊക്കെ നിരന്തരം പ്രസംഗിക്കുന്ന ആളുകൾ, അവർ ഞാൻ ചെല്ലുന്നതിനെ എതിർക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അവരാരെയാണ് പേടിക്കുന്നത്? ഇപ്പോൾ ഇവർക്ക് പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഈ ഹമാസിൻ്റെ ആക്രമണത്തെ എതിർത്ത ഒരാളാണ്. പാലസ്തീനോട് നമുക്ക് ചായ്വുണ്ട്, അവരുടെ അനുതാപമുണ്ട്, സഹാനുഭൂതിയുണ്ട്. പക്ഷേ ഈ പാലസ്തീൻകാരെ ബന്ദിയാക്കിക്കൊണ്ട് ഹമാസ് നടത്തിയ ആക്രമണത്തെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അവരാണ് സത്യത്തിൽ ഈ 40,000 50,000 ആളുകളുടെ കൊലപാതകത്തിന് അടിസ്ഥാന കാരണം. കൊന്നത് ഇസ്രായേലാണെങ്കിൽ കൊല്ലിച്ചത് ഹമാസാണ് ഇല്ലേ? അതുപോലെ ബംഗ്ലാദേശിൽ ഇവിടെ ഈ
അവിടെ 200-ലധികം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തത്, അവാമി ലീഗുകാരെയും ഹിന്ദുക്കളെയും ഓടിച്ചിട്ട് തല്ലുന്നത്, ഈ ഗുണ്ടായുസം മുഴുവൻ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണെന്ന് പറയും. അത് പറഞ്ഞിട്ട് ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടുകൾ ചെയ്യാമല്ലോ. എനിക്കിവിടെ ഉള്ള കേസ് നോക്കി ഇവിടെ ഇരുന്നാൽ മതിയല്ലോ. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനം നടത്തുന്നതാണ് ഇവരെ പ്രകോപിപ്പിക്കുന്നത്. പിന്നെ പോപ്പുലർ ഫ്രണ്ട്, ഇന്ത്യ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഇല്ല. അവരിപ്പോഴും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയുമാണ് എതിർപ്പ്. പിന്നെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കാൻ വേണ്ടി അവിടെ പോയവരാണ്. അവർക്ക് വേറെ മാർഗ്ഗമില്ല. ജോലി നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവർ പോലീസിൽ പരാതി കൊടുത്താലും ആര് പറഞ്ഞാണ് ശരി എന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം സംഗതികൾ മുഴുവനും മലയാളത്തിലോ അല്ലെങ്കിൽ വിദേശ ഭാഷയിലോ ആണല്ലോ, അറബിയിലല്ല. അപ്പോൾ നമ്മളീ പറയുന്ന കാര്യങ്ങൾ തന്നെ അവർ ശരിയായിട്ടോ തെറ്റായിട്ടോ ഗ്രഹിച്ചാൽ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. സാറിന് ജയിലിലടയ്ക്കും എന്നൊക്കെ വരെയായിരുന്നു ഭീഷണി. അല്ല, ജയിലിലടക്കലൊക്കെ വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ സൗദി ഗവൺമെൻറ് വിസ തന്നിട്ടാണല്ലോ ഞാൻ പോകുന്നത്. മനസ്സിലായി? പിന്നെ ഓരോരുത്തരും അവരുടെ ആഗ്രഹം പറയുന്നില്ലേ ജയിലിലടക്കം. വെട്ടിക്കൊല്ലെന്ന് പറഞ്ഞില്ലോ, ഭാഗ്യം. അത് വലിയ ദൈവാധീനമല്ലേ. കയ്യും വെട്ടും കാലും വെട്ടെന്ന് വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വച്ചോടാ, വരുന്നുണ്ടട നിൻ്റെയൊക്കെ കാലം മറന്ന് വിളിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, കുറച്ചാൾ മുമ്പ് വരെ വിളിച്ചിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഒന്നും പേടിച്ച് നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു അന്തം ഉണ്ടാവില്ല. ഞാനേതായാലും പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. 50,000 രൂപയുടെ നഷ്ടം ഒരു വലിയ നഷ്ടമായിട്ടും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ്. ഇത്തരത്തിൽ ഈ മതേതരവാദികളെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർ മതത്തിൻ്റെ പേരിൽ, അവരെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമണം അഴിച്ചുവിട്ടാൽ? അല്ല, ഇവരെ അടിസ്ഥാനപരമായിട്ട് ഈ താലിബാൻ ചിന്താഗതിയുള്ളവരാണ്. താലിബാൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ബാക്കി എല്ലാത്തിനോടും അസഹിഷ്ണുത എന്നുള്ളതാണ്. ഇപ്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട രാജ്യമുള്ള പാകിസ്ഥാൻ, അവിടെ തന്നെ ഈ മതത്തിനകത്തുള്ള പല ഉപവിഭാഗങ്ങളുണ്ട്. അവർക്കെതിരെയാണ് ആക്രമണം നടക്കുന്നത്. ബലൂചിസ്ഥാനിൽ പഞ്ചാബികൾക്കെതിരെ, അല്ലെങ്കിൽ സുന്നികൾ ഷിയാക്കൾക്കെതിരെ, അഹമ്മദിയ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഓരോരുത്തരും വിചാരിക്കുന്നത് അവൻ മാത്രമാണ് ശരി, ബാക്കിയുള്ളവർക്ക് തെറ്റാണെന്നുള്ളത്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സൗദി അറേബ്യയിലുള്ള എല്ലാ പ്രവാസികളും ഇതുപോലെ കൊണ്ടുവരാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നല്ലൊരു വിഭാഗമല്ല, 99% നന്മയുള്ള ആളുകൾ തന്നെയാണ്. വളരെ സൂക്ഷ്മ ന്യൂനപക്ഷമാണ് ഇതുപോലുള്ള ഗുണ്ടായുസം. അല്ലെങ്കിൽ നേരിട്ട് ഗുണ്ടായുസം ചെയ്യാൻ പറ്റില്ല. അവിടെ ആക്രമണം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസ് പിടിച്ചിട്ടു. ഇവിടുത്തെ പോലെയല്ല, അപ്പം തന്നെ ശിക്ഷ കിട്ടും, ഒരു താമസമില്ലാണ്ട് കിട്ടും. പക്ഷേ ഇവർ ഈ ഒച്ചപ്പാട് കൊണ്ട്, അല്ലെങ്കിൽ സൈബർ ബുള്ളിയിങ് കൊണ്ട് ഇതിൻ്റെ സംഘടനയെ പേടിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ തമാശയുള്ള വശം. സാറിൻ്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അവരെല്ലാം ഇപ്പം ആകെ വല്ലാത്തൊരു വിഷമത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കൊരു വിഷമമില്ല. ഇപ്പം എന്നെ കണ്ടിട്ട് വല്ല വിഷമം തോന്നുന്നുണ്ടോ പീയൂഷിന്? എന്നാൽ ഒരു വിഷമമില്ല, അത്ര തന്നെ ഉള്ളൂ. അവിടേക്ക് പോകാൻ പറ്റത്തില്ല എന്നാണോ താങ്കൾ കരുതുന്നത് ഇങ്ങനെയാണെങ്കിൽ? അല്ല, ആ രാജ്യത്തേക്ക് ഈ നിലയ്ക്ക് പോകാൻ പറ്റുകയില്ല. ഇനി ഒരു കൊല്ലത്തേക്കാണല്ലോ സൗദി ഗവൺമെൻറ് വിസ തന്നേക്കണം. ഒരു കൊല്ലത്തിനകത്ത് പോകില്ലോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ, സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, റിയാദിലേക്കല്ല മദീനയിലേക്ക് പോകാനാണ് എനിക്ക് ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തി, അതായത് 3 പതിറ്റാണ്ടുകളോളം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനാണ്, ഗ്രന്ഥകർത്താവാണ്, അങ്ങനെ പല രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകനാണ്. എല്ലാ രീതിയിലും മുന്നിട്ട് നിൽക്കുന്നു. അതൊക്കെ പരിഗണിച്ചാണ് ഈ റിഫ, അതും ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെ അല്ലെങ്കിൽ മതഭേദമില്ലാതെയൊക്കെ ആളുകളെ തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ അതുപോലൊരു സംഘടനയാണത്, അവർ പ്രഖ്യാപിച്ച ഒരു അവാർഡായിരുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ വെട്ടുകിളി കൂട്ടങ്ങളുടെ ഈ ഒരു ആക്രമണം മൂലം ആ സംഘാടകരൊക്കെ പേടിച്ചുപോയി. കാരണം അവർക്കും അവിടെ ജീവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരുടെ പണി പോകും. അതുകൊണ്ട് മാത്രമാണ് ആ അവാർഡ് ക്യാൻസൽ ചെയ്തത്. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.